കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെ മിണ്ടാതിരിക്കും, എങ്ങനെ പ്രതികരിക്കാതിരിക്കും? ഇതിനാരാണ് ഉത്തരവാദി? ഇതിനാരാണ് സമാധാനം പറയുന്നത്? അക്രമവാസനെ അയച്ചുവിടുന്ന ആരാണെങ്കിൽ തന്നെ, അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, അത് ആരുടെ ഭാഗത്താണെങ്കിലും നമുക്ക് ന്യായം കണ്ടെത്താൻ സാധിക്കുന്നില്ല. കൊച്ചി കലൂരില് 2 പെൺകുട്ടികള് ജോലി കഴിഞ്ഞ് തിരിച്ച് അവർ നിൽക്കുന്ന ഹോസ്റ്റലിലേക്ക് തിരികെ മടങ്ങുമ്പോൾ കുറച്ച് യുവാക്കള്, അതായത് ഒരു 8 പേരടങ്ങുന്ന ഒരു സംഘം, 2 സ്ത്രീകൾ അടങ്ങുന്ന മറ്റ് 6 പുരുഷന്മാരടങ്ങുന്ന ഒരു സംഘം അവരെ ഒരു വളരെ മോശമായ രീതിയിൽ കമന്റ് അടിക്കുന്നു. ഈ കമന്റുകളെ ചോദ്യം ചെയ്ത പെൺകുട്ടികളോട് വളരെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു രംഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടി അറിയാൻ സാധിച്ചത്. അത് ഈ പെൺകുട്ടികളോട് വളരെ മോശമായിട്ടുള്ള കമന്റുകൾ പറഞ്ഞപ്പോൾ അവരതിനെ ചോദ്യം ചെയ്തു. അപ്പോൾ ഇവര് വളരെ ക്രൂരമായിട്ട് അവരെ മർദ്ദിക്കുന്ന കാര്യങ്ങൾ, അതായത് വസ്ത്രം വലിച്ചു കയറുക, നിലത്തിട്ട് ചവിട്ടുക, അവരുടെ ഫോൺ എടുത്ത് വലിച്ചടിക്കുക, ഇതുപോലെയുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വീഡിയോയിൽ കൂടിയൊക്കെ കാണാൻ സാധിച്ചത് അതുപോലെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവര് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന കുട്ടികളാണ്, പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്തുകൊണ്ട് പഠിക്കുകയോ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ഇറങ്ങി നടക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള ഈ ലോകത്ത് ഭയപ്പാടില്ലാതെ സ്ത്രീകൾക്ക് നടക്കുവാനായി നിയമം അനുശാസിക്കുന്ന, നിയമപരമായിട്ട് പല കാര്യങ്ങൾക്കും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ഈ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഇത്തരം കാലയളവിൽ പോലും സ്ത്രീകൾക്ക് നേരെ ഉള്ള അതിക്രമങ്ങൾക്ക് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം സ്ത്രീകൾക്ക് ജോലിക്ക് പോകണം, അവർ വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസ കാലഘട്ടമാണെങ്കിൽ വിദ്യാഭ്യാസം ചെയ്യണം, അതുപോലുള്ള കാര്യങ്ങൾക്ക് അവർക്ക് ഇറങ്ങി നടക്കാതിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് അവർക്ക് ഏത് വസ്ത്രം ഉപയോഗിക്കാനും, അല്ലെങ്കിൽ ഏത് മോഡൽ വേഷമാണെങ്കിലും ഏത് രീതിയിലുള്ള ഫാഷൻ ഡ്രസ്സുകളൊക്കെ ഉപയോഗിച്ച് നടക്കുവാനും, അവർക്ക് സ്വതന്ത്രമായിട്ട് ജോലികൾ ചെയ്ത് ജീവിക്കുവാനും ഒക്കെ, അന്തസ്സോടെ ജീവിക്കാനും എല്ലാമുള്ള ഒരു അവകാശം അല്ലെങ്കിൽ ഒരു നിയമം ഉള്ള ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നമ്മൾ ഞെട്ടലോടെയാണ് ഇതുപോലുള്ള സംഭവങ്ങൾ കേൾക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാരെ നിലയ്ക്ക് നിർത്തണം. ആ നിലയ്ക്ക് നിർത്തുന്നത് നമുക്ക് നമ്മുടെ നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ശിക്ഷ മുഖം നോക്കാതെ തന്നെ ഒരു ആക്ഷൻ എടുക്കണം. എങ്കിൽ മാത്രമേ സ്ത്രീകൾക്ക് വളരെ നല്ല രീതിയിൽ ഇവിടെ ഈ സമൂഹത്തിൽ ജീവിക്കുവാനും, ഇവരുടെയൊക്കെ വീടുകളിലും സ്ത്രീകളുണ്ട്, അമ്മയും പെങ്ങന്മാരും സഹോദരിമാരും എല്ലാവരും, അല്ലെ, സഹോദരിമാരും ഒക്കെയുള്ള, അനിയത്തിമാരും ഒക്കെയുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ വലിയ ഒരു അത്ഭുതമാണ് തോന്നുന്നത്, അല്ലെ. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പോലും ഇതുപോലുള്ള ആൾക്കാരെ എന്തിനാണ് അവരെ ദ്രോഹിക്കുന്നത്? ആ പെൺകുട്ടികൾ അതിലെ ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവകാശമില്ലേ? അവർക്ക് ഏത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാനുള്ള അവകാശമില്ലേ? അവർക്ക് ഇറങ്ങി നടക്കുവാനുള്ള അവകാശമില്ലേ? അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശമില്ലേ? ഇത് എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ നിഷേധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഈ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പുരുഷന്മാരൊക്കെ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? അവർക്ക്, ആ കുട്ടികൾക്ക് നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ചെന്ന് കയറി ഈ അഭിപ്രായം പറയുന്നത്? അവരവരുടെ ജോലിക്ക് റോഡേ പോയി നടന്നു പോയല്ലേ അവർ ജോലി ചെയ്യാനായിട്ട്, വിദ്യാഭ്യാസം ചെയ്യാനായിട്ട് പോകുന്നത്. അവിടെ എന്താണ് ഈ പുരുഷന്മാർക്ക് കാര്യം? അപ്പൊ ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നൊരു തോന്നലല്ലേ? അതായത് അഹങ്കാരത്തിൽ നിന്ന് വരുന്ന പ്രവർത്തികളാണ് അവരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് ഉറക്കെ പറയേണ്ടി വരും. അല്ലെങ്കിൽ അതാണ് നഗ്ന സത്യങ്ങൾ, അല്ലെ? ആ നഗ്ന സത്യമല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ? എങ്ങനെ സ്ത്രീകൾ ഇറങ്ങി നടക്കും? എങ്ങനെ സ്ത്രീകൾ ജീവിക്കും? അവർക്ക് തൊഴിൽ ചെയ്യണ്ടേ? എപ്പോഴും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതല്ലേ? നമ്മൾ എന്നോ ആവർത്തിക്കുന്നു, ഒരു ആവർത്തന വിരസത തന്നെ വരുന്നുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെ മിണ്ടാതിരിക്കും, എങ്ങനെ പ്രതികരിക്കാതിരിക്കും? ഇതിനാരാണ് ഉത്തരവാദി? ഇതിനാരാണ് സമാധാനം പറയേണ്ടത്? ഈ ഇതുപോലെയുള്ള കടുംകൈകൾ, അതായത് അക്രമവാസനെ അയച്ചുവിടുന്ന ആരാണെങ്കിൽ തന്നെ, അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, അത് ആരുടെ ഭാഗത്താണെങ്കിലും നമുക്ക് ന്യായം കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.